എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെന്റ്. ഹായ്, അസ്സലാമു അലൈക്കും. ഞാനിതാ എത്തി കുറച്ചായി. ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് കൊല്ലം. നമ്മൾ ഇന്നലെ ഫാത്തിമാൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നിന്നത്. അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല, നമ്മളങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇവരൊക്കെ പുറത്താണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫാത്തിമാൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ഇവിടെ ഇവനുണ്ട് പോവല്ലേ? പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് ഫാത്തിമാൻ അങ്ങനെ കൈ കിട്ടിയത്. എന്താണ്, എങ്ങനെയുണ്ട്? കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം റിസപ്ഷൻ അല്ലേ, സംഗീത് കഴിഞ്ഞു. പക്ഷെ സംഗീതത്തിന് ഞാൻ ഈ പാടിയാ ഈ മുമ്പേ പാടി. അപ്പൊ നീ ഇവിടെ ഉണ്ട് അല്ലേ? ഞാൻ അവിടെ ഉണ്ട്. ഒരു ഡാൻസ് കളിച്ചപ്പോഴുണ്ട് ഞാനിവിടെ. ഗൈസ്, അങ്ങനെ അതിന്റെ ശേഷം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എടുക്കാൻ പോയി. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. സ്വന്തം ആങ്ങളെ പോലെ ഓടി നടന്ന് പണിയെടുത്തു. ജാസായിട്ട് വിളിക്കുന്നുണ്ട് ഫോണിക്ക്. ഓനെ കോള് കട്ട് ചെയ്തോളാം. ഓനെ ഇനി കട്ട് ചെയ്ത് ഞാൻ. ഗൈസ്, ജാസ് അസ്ലം മുംബൈയിലേക്ക് മുങ്ങി ഇവിടെ കല്യാണത്തിന്റെ അന്ന്. പക്ഷെ കഴിഞ്ഞ ആളെ കുറച്ചുകൂടി വൈബായിരുന്നു അല്ലേ ജബിന്റെ അന്ന് വെച്ചാല് പിന്നെ അങ്ങനല്ല, നീ ഒഴിഞ്ഞിരിക്കാണ്, നമുക്ക് വേറെ പണിയൊന്നുമില്ല. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ അജു വരും എന്ന് വിചാരിച്ചു ഞാന്. നിങ്ങൾ രണ്ടാളും ഇവിടെ വരും. നിങ്ങളോട് കുറച്ച് പഴഞ്ചൊല്ലിന്റെ ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാണ്ട്. ഒരു മൈക്ക് എടുക്ക്. കൊല്ലം കണ്ടവന് ഡാഷ് വേണ്ട. കൊല്ലം കണ്ടവന് ഡാഷ് വേണ്ട. ഓപ്ഷൻസ് തെറ്റേ. പുല്ലും ചില്ലും ഇല്ലം. ഓപ്ഷൻ എ പുല്ലും, ഓപ്ഷൻ ബി ചില്ലും, ഓപ്ഷൻ സി ഇല്ലം. പുല്ല്. ജോ നൗഫൽ ഭായ് 5 പോയിന്റ് നേടിയിരിക്കുന്നു. കൊല്ലം കണ്ടവന് ഇല്ല. മുറ്റത്തെ ചെപ്പിന് ഡാഷ് ഇല്ല. അടപ്പില്ല മോനെ. ഞാൻ വേറെ പറയാം. അറിയാത്ത പിള്ള ഡാഷുമ്പോൾ അറിയും, ചൊറിയുമ്പോൾ അറിയും. ഏട്ടാ പഴഞ്ചൊല്ലിന്റെ അളവ് തോന്നുന്നുണ്ടല്ലോ. വേറെ ആരാന്റെ ഡാഷിന് പിരാന്തായാൽ കാണാൻ നല്ല ചേര്. ആരാന്റെ ഡാഷിന് പ്രാന്തായാൽ കാണാൻ നല്ല ചേല്. ആരാന്റെ അനിയന്, ആരാന്റെ അച്ഛന്, ആരാന്റെ അമ്മക്ക് പറയും. ആരാന്റെ അനിയൻക്ക്, ആരാന്റെ അമ്മക്ക്. ഏട്ടാ അത് കറക്റ്റ്. ആരാന്റെ അമ്മക്ക് പ്രാന്തായാല് കാണാൻ നല്ല ചേല്. 5 പോയിന്റ് ഒക്കെ കൂട്ടുണ്ടല്ലേ ഈ കളി. പോകാനൊന്നുമില്ല ഓനിങ്ങനെ. എനിക്കിപ്പോ 10 പോയിന്റ് ആയി ഹാവുന്നൊക്കെ. എന്തിന് ഇനി അടുത്ത ചോദ്യം. അടുത്തൊരു പഴഞ്ചൊല്ല് പറയാൻ നോക്കല്ലേ, ഓർമ്മ കിട്ടുന്നില്ല. ഇനി അടുത്തതായി വേദിയിൽ ഫാദി മുഹമ്മദ് അവതരിപ്പിക്കുന്ന ഒരു റാപ്പാണ്. പാടും. റാപ്പ് പാടും. ഉണ്ടാക്കിയ റാപ്പല്ല, അന്നാജി ഉണ്ടാക്കിയ റാപ്പ് പാടും ഫസ്റ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ റാപ്പ് പാടാം. ഫാദി മുഹമ്മദ് സ്വന്തമായി ഓൺ ദ സ്പോട്ടിൽ അവതരിപ്പിക്കുന്ന, ഓൺ ദ സ്പോട്ടിൽ രചിച്ച് കമ്പോസ് ചെയ്ത് പാടുന്ന റാപ്പാണ് നമ്മളിവിടെ അടുത്തതായി കാണാൻ പോകുന്നത്. അതെപ്പോ കമ്പോസ് ചെയ്ത്? മ്യൂസിക് പോണ്ട്, പാട്.
പാട്. ഇനി ശരിക്കുള്ള റാപ്പ് പാട്, ഉണ്ടാക്കാതെ. അടുത്തതായിട്ട് കുറച്ച് അടുത്തതായി അമ്മിയുടെ തള്ളുകൾ. പ്രാവിനെ കുറിച്ച് അമ്മിയുടെ തള്ളുകൾ. കരിമ്പ്രാവ്, വെള്ളരിപ്രാവ്, പൊട്ടാറ്റപ്രാവ്, മീനെ പറ്റിയിട്ട് കുറഞ്ഞുള്ള അമ്മയുടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കരിമ്പ്രാവ്, ഒന്ന് വെള്ളരി, ഒന്ന് ടൊമാറ്റോ. പഞ്ചാബ് ദിവസത്തെ കൊച്ചിൻ ഹനീഫും ഹർഷശോകനും ദിലീപ് തവണ. ഗൈസ്, ഞങ്ങളങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കൊല്ലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ കൊല്ലത്തെ നോക്കി കാണുന്നത്? കൊല്ലം കണ്ടിട്ടില്ലല്ലോ. ഇജ് കൊണ്ടുപോയത് ഞങ്ങളെ? പിന്നെ കൊല്ലം, പിന്നെന്താണ് വേറെന്താണ് കൊല്ലത്ത്? കൊല്ലത്ത് വൾക്കര ബീച്ചുണ്ട്. വർക്കല നോട്ടാ, വൾക്കരല്ല വർക്കല. മറിഞ്ഞാണ്ട് കൂട്ടാ, അപ്പൊ ബീച്ചൊക്കെ കാണും. വീട് വിട്ട് മാറി നിൽക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എന്ന് വെച്ചാല് ഒരു ബിഗ് ബോസ് ഫീൽ ഉണ്ട്. ബിഗ് ബോസ് ഫീലല്ലേ? തീരെ ഫോണും തരൂല. ഉമ്മാരെ കാണാൻ ബോധ്യാവുന്നുണ്ടോ? ചെറുതായിട്ടോ? അവിടെ ആവുമ്പോ എന്റെ അടുത്ത് കൊറേ സാധനങ്ങൾ നമ്മൾ കൊല്ലത്തോട് വിട പറയാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് നിന്ന വീടിൻ്റെ അവിടുന്ന് ഇറങ്ങാണ്. ഫാത്തിമാനെ നിക്കാഹാണെന്ന്. നമ്മളിപ്പോൾ നിക്കാഹ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. നമ്മളെ കൂടെ ഒരാൾ പുതിയതെത്തിയിട്ടുണ്ട്. നമ്മുടെ മുടിയൻ, പിന്നെ നമ്മളെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ആളിപ്പോൾ ദുബായിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. ഒന്ന് ഫ്ലൈറ്റ് കയറി ഫാത്തിമാൻ്റെ കല്യാണത്തിൽ വന്ന്. എനിക്ക് പെർഫ്യൂം വേണ്ടേ? ഇതുകൂടി പെർഫ്യൂം ഞങ്ങൾ നേരത്തെ എടുത്ത വീഡിയോയിലും ശരിക്കും കാണിച്ചു കൊടുക്കാനും മറന്നു. യെസ്, അൺബോക്സ് ചെയ്തോളൂ. വീഡിയോയിൽ ഞാൻ ശരിക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇല്ല, അന്ന് ഞാനാണ് ഫസ്റ്റ് അൺബോക്സ്. അല്ല, ഫാത്തിമ അന്ന് അൺബോക്സ് ചെയ്താ. എന്താണ് കറക്റ്റ്? ബ്ലെയർ. ട്രൈ ചെയ്തോക്കാല്ലേ? എന്താണ് ജെന്യൂൻ റിവ്യൂ? ഒന്നും കൂടെ സ്മൂത്ത്, അധികം കുത്താത്ത സ്മെല്ല്. എടാ നൈസ് സ്മെല്ല്. ഇതെന്റെ സെലക്ഷൻ ആണോ? ഞാനും എന്റെ ഫ്രണ്ടും പോയിട്ട് സെലക്ട് ആക്കി. എത്ര പീസ് ഇറക്കിക്കോ? നമ്മളിപ്പോ അത്യാവശ്യം ഇറക്കിക്കണല്ലേ? ഓർഡറിനനുസരിച്ചിട്ട് ഇറക്കും. അപ്പോൾ ഗൈസ്, ഇതുവരെ ഞാൻ സാധനമാണ് ഇതാണ് കേട്ടോ. നമ്മളെ കറക്റ്റ് ആണല്ലോ. ഇതാണ് നമ്മളെ ബോട്ടിൽ വരുന്നത്. ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഓർഡർ ചെയ്യാത്തവർ എന്തായാലും ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യുക. ഓക്കെ, ആരും ടെൻഷൻ അടിക്കണ്ട. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കൊടുത്തെല്ലാവരും സീരിയസ്ലി, അതായത് കൊടുത്ത ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക. നമ്മൾ ഇനിയിപ്പോൾ ഫാത്തിമാൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ബൈ. അമ്മയ്ക്ക് അവൻ്റെ അടുത്ത് നല്ലോണം കിട്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങള് കമ്പനി ആയപ്പോ? സാധ്യമൊക്കെ നിന്റെയൊക്കെ അഭ്യാസം കൊല്ലത്തല്ല നടക്കൂ. ധൈര്യം ഇന്ത്യക്ക് പാടാന്ന്. എന്താടാ കൂടുതൽ തല്ലിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് ചായ ആറ്റി കൊടുക്കുന്നത്? കണ്ടില്ലേ മാമൻ? ചൂടറിയാ? ഓക്കെ അല്ലേ? വെള്ളം വെള്ളം വെള്ളം
അജു അവിടെ നിന്ന് അവിടെ നിന്നോണ്ടൊന്ന് അടുത്തേക്ക് ഇറങ്ങിക്കോട്ടോ പറയാം. മുടിയാ കണ്ടു പഠിച്ചോ? അല്ല എനിക്കല്ലോ ആദ്യം പാസിലിക്ക നമ്മള് ചെറിയ ചെക്കനല്ലടാ. ഉമ്മാരൊക്കെ കാര്യമായിട്ട് നിന്ന് കണ്ടുപഠിക്കുന്നുണ്ട്. അമ്മയാ നോക്കി പഠിച്ചോട്ടാ. അങ്ങനെയൊക്കെയാണ് ആദ്യ കണ്ടില്ലേ എല്ലാവർക്കും അറിയാം. ഹായ് ബ്രോ ഞാനിതാ എത്തി കുറച്ചായി. എടാ ഒരാൾ അപ്പുറത്ത് നിന്നോ? ചെറുതില്ല എടാ ഞാനുണ്ടോ അവിടെ? എല്ലാരും ആരെങ്കിലും എന്നെ മൈൻഡ് ചെയ്യടാ. അല്ല എപ്പ എത്തി? അജു എപ്പ എത്തി? അല്ല ഇവിടെ ജസ്റ്റ് ഇന്ന് രാവിലെ 8 മണിക്ക് മുടി എന്റെ മൈക്കുണ്ട് എന്റെ ഷർട്ടിമ്മ നോക്കട്ടാ. കൊളം നിറക്ക അടങ്ങി നിന്നിട്ടാ. മതി അത്യാവശ്യത്തില് അടങ്ങിക്ക്. എന്തായി എങ്ങനുണ്ട് കേട്ടില്ലേ? പോവാ ഓടിക്കോ വാ. ഈ സ്ക്രീനിൽ ഇവിടെ ലൈവ് ഉണ്ട്. അപ്പോ രണ്ടാൾക്കാർ പോയിക്കണ്. അപ്പൊ ആദ്യം അമ്മയും ഇതിലിവിടെ കാണണ്ടോ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് നോക്കപ്പോ വരുമോന്ന്. വന്നു പോയി. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. ബൈ. കാണാം. കണ്ണൂരല്ലേ? ശരി ആടി. ഓക്കെ ബൈ. ഇത് ബൈക്കാണോ? അങ്ങനെ നമ്മളിപ്പോ തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ആലപ്പുഴ ബീച്ചിലാണുള്ളത്. രാവിലെ എത്ര മണിക്കാണ് നമ്മളവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയത്? നമ്മള് കല്യാണത്തിന് 10 മണി. ഇപ്പൊ സമയം എന്തായി? ഇപ്പോഴും എൻ്റെ ഷർട്ടിൽ സ്മെല്ലുണ്ട് അതിൻ്റെ. എടാ അൻ്റെയും ഒക്കെ സ്മെല്ലില്ലേ? കറക്റ്റ് സ്മെല്ല് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ഏകദേശം 8 മണിക്കൂറായി. ഇന്നും അതിൻ്റെ മേലേക്ക് നിൽക്കും. അപ്പോൾ നമ്മളെ പുതിയ സംരംഭം ആയതുകൊണ്ട് നിങ്ങൾ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഒന്നെങ്കിൽ നമ്മളെ വാട്സാപ്പ് ത്രൂവോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂവോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. പിന്നെ സംഭവം യൂണിസെക്സ് ആണ്, ആർക്കും യൂസ് ചെയ്യാം. അപ്പം എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.